ലണ്ടനിൽ നിനക്ക് ഫ്രീ അപ്പൻ ഒരുക്കിയിട്ടുണ്ട്, എന്നാൽ ലോകത്ത് പോയാൽ നിന്നെ നെറ്റിയിൽ വേർപ്പോട്ട് കഴിച്ചോളൂ. വ്യത്യാസം മനസ്സിലായോ? ഇതാ പറഞ്ഞ ഷാജി സ്റ്റേ ഇൻ ദ ഹോം. ഷാജി വീട്ടിൽ വസിക്കുക. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ വസിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യം അന്വേഷിക്കുക. ആമേൻ. അല്ലാതെ ഇതേ രീതിയിലല്ല ഈ ഫാൻ കറങ്ങണം. എനിക്ക് ഫാൻ കറങ്ങുന്നില്ല. ഇതിന് എങ്ങനെ കറക്കും? ഞാൻ ഫാനിന്റെ അടുത്ത് ചെന്നിട്ട് ഒന്നനങ്ങി, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഫാൻ കറങ്ങി, ഫാൻ അനങ്ങി, സ്തോത്രം. പിന്നെ അങ്ങനെയല്ല ഫാൻ കറക്കേണ്ടേ. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ ഉടനെ നിന്നു പോയല്ലോ. ഇന്നലെ ഒരു സാക്ഷ്യമായിരുന്നു, ഫാൻ അനങ്ങി. ഞാൻ ഉടനെ തന്നെ ഇവിടെ മറാല അടിക്കണ ചൂലെടുത്തോണ്ട് വന്നിട്ട് നോക്കട്ടെ. ഇപ്പൊ സ്പീഡിൽ കറങ്ങി. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് പറഞ്ഞു, മോനെ ഈ സിസ്റ്റം വേണ്ട. ഇവിടെ വേറൊരു സിസ്റ്റം ഉണ്ട്. നീ ഫാൻ കറക്കാൻ നോക്കണ്ട. വേറൊരു സിസ്റ്റം ഉണ്ട്. മുമ്പേ ആ സ്വിച്ച് ഒന്ന് ഇട്ടാ മതി, അതോടുകൂടെ ഫാൻ കറങ്ങിക്കോളൂ. മനസ്സിലായോ? കർത്താവും പറഞ്ഞ ഇതാ, മുമ്പേ നീ മടക്കയാത്ര ചെയ്യേ, അതോടുകൂടെ നീ ജീവിക്കണത് നിന്റെ അപ്പന്റെ മുമ്പിലാ. യാത്ര ചെയ്യുമ്പോൾ നീ ജീവിക്കുന്നത് പിശാചിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിലാ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ അപ്പന്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ട സകലതും ഒരുക്കിയിരിക്കുന്ന അപ്പൻ നിന്റെ പ്രൊവിഷൻസും ഇവിടെ റിലീസ് ചെയ്യും. നിനക്ക് വേണ്ടി കരുതിയത്, ഇപ്പോഴൊന്നും കരുതിയതല്ല, ലോക സ്ഥാപനത്തിൽ തന്നെ നിനക്ക് വേണ്ടിയുള്ളത് മുഴുവൻ കരുതിയിട്ടുണ്ട്. മനസ്സിലായോ? ലോക സ്ഥാപനത്തിൽ തന്നെ ആദത്തിന്റെ ഉള്ളിലുള്ള സകലരുടെയും പേര് ജീവപുസ്തകത്തിലുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. വാക്കിൽ ശ്രദ്ധിച്ചോണം. ആദത്തിന്റെ ഉള്ളിലുള്ള സകലരുടെയും പേര് ജീവപുസ്തകത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമുക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടാ. ഇതാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നേ? ഇതൊക്കെ നിങ്ങൾക്ക് വേണം. സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങളുടെ ഹൃദയം ഇടിച്ചോണ്ടിരിക്കണേ? പ്രാർത്ഥിച്ചോ? അയ്യോ, പ്രാർത്ഥിക്കാതെ ഹൃദയം ഇടിക്കുവോ? ഞാൻ ചിന്തിക്കണില്ല ഇതുവരെ നിങ്ങൾ ജനിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ ഇടിപ്പിക്കണത് ആരാ? ദൈവമാ. നിങ്ങളുടെ ലെൻസ് വർക്ക് ചെയ്യണില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു? അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ടോ? ഇതും നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ കൊണ്ടുവയ്ക്കണമെന്ന് ആർക്കറിയാമായിരുന്നു? ദൈവത്തിന് അറിയാം. മനസ്സിലായിട്ടുണ്ടോ? ഗ്ലോറി, ഇതെല്ലാം അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇതിനെ ഓർത്തൊന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ടതായി പറയുന്നേ. ഇത്രയും വലിയ കാര്യങ്ങൾക്ക് പിതാവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ഈ ഒരു ജാൺ വയറിന്റെ കാര്യവും അതേ പിതാവ് തന്നെ ചെയ്തു തരും. ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കേ. ലോകത്തിന്റെ മുമ്പിൽ, പിശാചിന്റെ മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിലല്ല ജീവിക്കേണ്ടേ. ഈ ദൈവത്തിന്റെ മുമ്പിൽ ജീവിച്ചിട്ട് ആ ദൈവത്തെ നിന്നിലൂടെ ലോകത്തങ്ങ് പ്രദർശിപ്പിക്കേ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. നീ നിന്നെയല്ല പ്രദർശിപ്പിക്കേണ്ടേ, ദൈവത്തിന്റെ മകനെ നീ പ്രദർശിപ്പിക്കേ. അതായത് ദൈവത്തെ പ്രദർശിപ്പിക്കേ, ദൈവപുത്രനെ വെളിപ്പെടുത്തുക. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവർ അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മളെയാണ് പ്രദർശിപ്പിക്കുന്നതെങ്കിൽ മറ്റുള്ളവർ അത് കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കും. കാരണം നമ്മുടെ സ്വഭാവം ഓൾറെഡി കറപ്റ്റഡാണ്. ആമേൻ. ഇതിന്റെ ആഴങ്ങളിലേക്ക്, ഇത് എങ്ങനെയാണ് ഈ പ്രോസസ് എന്നുള്ളത് സെക്കൻഡ് സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇത് പിശാച് മറച്ചിട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്നാൽ ഇത് പിശാചിന്റെ മറ്റു ബിസിനസ്സിലെ മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഓ ഗ്ലോറി. നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ഡെവിൾസ് ബിസിനസ് ഈസ് ടു ഹൈഡ് ഗോഡ്സ് ബിസിനസ് യൂസിങ് മാൻസ് ബിസിനസ്. പിതാവിന്റെ ബിസിനസ്സിനെ മനുഷ്യന്റെ ബിസിനസ് ഉപയോഗിച്ച് മറയ്ക്കുക എന്നുള്ളതാണ്
പിശാചിന്റെ ബിസിനസ്. നമ്മൾ ഇന്നലെ മനസ്സിലാക്കി 100% മാർക്കറ്റ് ഷെയറോടുകൂടെയാണ് പിശാചിന്റെ ബിസിനസ് ആരംഭിച്ചത്. ആദ്യത്തെ കീഴടക്കിയതോടുകൂടെ ലോകത്തിലെ 100% ആളുകളെയാണ് പിശാച് കീഴടക്കിയത്. തുടർന്ന് നാം മനസ്സിലാക്കി പിശാചിന്റെ ആദ്യ പരാജയ കാൽവരി ക്രൂശിൽ വെച്ചാണ് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. പഴയ നിയമം നിഴലും പുതിയ നിയമം അതിൻ്റെ റിയാലിറ്റിയും പൊരുളുമാണ് നാം മനസ്സിലാക്കുവാനിടയായി. മറ്റേ രീതിയിൽ പറഞ്ഞാൽ പഴയ നിയമം ഇറ്റ്സ് ലൈക്ക് എ ബ്ലൂ പ്രിൻറ്റ്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി അത്ര മനോഹരമായിട്ട് ആ ദൈവ ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. ഇസ്രായേൽ മക്കളുടെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നുള്ള ആ യാത്ര, ആ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മനോഹരമായിട്ട് ദൈവം അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. എസ്പെഷ്യലി മോശ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ മോശ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ലോകമാകുന്ന ജയിലിൽ നിന്ന് യേശു ക്രിസ്തു ദൈവമക്കളെ വിടുവിക്കുന്നു. തൻ്റെ ആടുകളെ, തൻ്റെ കാണാതെ പോയ ആടുകളെ വിടുവിക്കുന്നു. ഈ വീടുകളൊക്കെ ശ്രദ്ധിച്ചു, കാണാതെ പോയ ആടുകളെല്ലാം വിടുവിക്കുന്നത്, തനിക്ക് കാണാതെ പോയ ആടുകളെ വിടുവിക്കുകയാണ്. എന്നിട്ട് അവരെ വീണ്ടും ദൈവരാജ്യത്തിൽ ജനിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവർ ഓൾറെഡി ജനിച്ചതാ, അന്ന് ജനിച്ചവർ മരിച്ചു, വീണ്ടും അവിടെ ജനിപ്പിക്കുന്നു. ആദത്തിലാണ് അവർ മരിച്ചത്, വീണ്ടും അവിടെ ജനിപ്പിക്കുകയാണ്. എന്നാൽ തുടർന്ന് ജനിപ്പിക്കുന്ന വീണ്ടും അവർക്ക് ജീവൻ കൊടുത്തതേ ഉള്ളൂ, പക്ഷേ വീട്ടിൽ കണ്ടെത്തിയിട്ടില്ല. ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിന് ശേഷം ഇതാ അടുത്ത ശുശ്രൂഷ ജോഷുവയ്ക്കാണ്. ആ ജോഷുവയാണ് തുടർന്ന് ഇവരുടെ അവകാശത്തിലേക്ക്, കാനാൻ ദേശം ഇവർക്ക് അവകാശമാക്കി കൊടുക്കുവാൻ കാനാൻ ദേശത്തെ 7 രാക്ഷസ സൈന്യങ്ങളോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഇതാ കാനാൻ ദേശം ഇസ്രായേൽ ജനങ്ങളുടെ അവകാശമാക്കി കൊടുക്കുന്നത്. ഇതേപോലെ യേശു ക്രിസ്തു കടന്നു പോയിട്ട് ഇതാ പരിശുദ്ധാത്മാവിനെ അയക്കുക. ഞാൻ പോയില്ല എങ്കിൽ കാര്യസ്ഥൻ വരത്തില്ല, പോവുകയും കാര്യസ്ഥൻ കടന്നു വരികയും ചെയ്യുകയാണ്. കാര്യസ്ഥൻ കടന്നു വന്ന് തുടർന്ന് ജോഷു എന്താണോ ചെയ്തത് അതേ ശുശ്രൂഷ ഇന്ന് 7 രാക്ഷസ സൈന്യം എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന, അതായത് നമ്മുടെ സോളിൽ വസിക്കുന്ന ജഡികമായ ചിന്തകളാണ്. ഇത് ദുഷ്ടൻ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. നമ്മളെ എപ്പോഴും ഇറക്കിക്കൊണ്ടുവന്നു. പിശാച് ആദത്തിൻ്റെ അനുസരണക്കേട് മൂലം പിശാചി എപ്പോഴാണ് പിശാചിൻ്റെ കയ്യിലെ ഒരു ഇരയായി ആദം മാറിയത്? അപ്പോൾ മലിനമാക്കപ്പെട്ട മനുഷ്യൻ, ജഡികമായ ചിന്തകളാൽ മലിനമാക്കപ്പെട്ട മനുഷ്യൻ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ വിഷം ഇഞ്ചക്ട് ചെയ്ത് അകത്ത് കയറ്റിയിട്ടാണ് ആദത്തിൻ ഇറക്കിക്കൊണ്ട് വന്നത്. ആദത്തിൻ്റെ തലമുറകളെല്ലാം അതേപോലെയാണ്. ഈ ഇഞ്ചക്ട് ചെയ്ത് അകത്ത് കയറ്റിയതാണ് ജഡചിന്തകൾ. ഇത് മനുഷ്യൻ്റെ സ്പിരിറ്റിലും സോളിലും ബോഡിയിലും എല്ലാം മിക്സായി കിടക്കുക. മനുഷ്യൻ മലിനമായി. ഹല്ലേലൂയ. ഇനി ഈ മലിനമായ പിശാചിൻ്റെ ഡ്രൈവിംഗ് സോഫ്റ്റ്വെയർ കൂടെയായത്. മനുഷ്യനെ പിശാച് ഡ്രൈവ് ചെയ്യുന്നത് ഈ ജഡചിന്തകളിലൂടെയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം, ഏത് കമ്പ്യൂട്ടർ പ്രിൻ്ററിനും ഒരു ഡ്രൈവർ ആവശ്യമാണ്, സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഇതേപോലെ തന്നെ ദൈവത്തിന് നമ്മളെ ഡ്രൈവ് ചെയ്യണതിന് ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. പിശാചിന് നമ്മളെ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ ഉപയോഗിക്കുക, അതിനൊരു സോഫ്റ്റ്വെയർ ആവശ്യമായി. ഏത് കാറും ബസ്സും ഡ്രൈവ് ചെയ്യണതിന് ഒരു ഡ്രൈവർ ആവശ്യമാണ്. ഇതേപോലെ തന്നെ ഇതാ ഈ ശരീരം, ബോഡി അല്ലെങ്കിൽ സോള്, അതിൻ്റെ ഉള്ളിലുള്ള സോള് ഡ്രൈവ് ചെയ്യുന്നതിന് ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അപ്പോൾ പിശാച് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഫ്ലഷ്ലി തോട്ട്സ്. ദൈവം നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ദ വേർഡ്സ് ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ. മനസ്സിലായോ? അതുകൊണ്ട് പിശാച് ശ്രമിക്കുന്ന ഒരു കാര്യം, ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ അകത്ത് വീഴാൻ പിശാച് ആഗ്രഹിക്കുന്നതേയില്ല. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞത്, വചനം വിതച്ച ഉടനെ
ദൈവരാജ്യത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ടോളൂ. ലോകരാജ്യത്തിൻ്റെ വചനമല്ല, ദൈവരാജ്യത്തിൻ്റെ വചനം വിതച്ച ഉടനെ ആര് വന്നെന്നറിയോ? ആ വിതച്ച ഉടനെ പിശാച് വന്നു. എന്താ കാര്യം? ഇത് ദൈവത്തിൻ്റെ ഡ്രൈവിംഗ് സോഫ്റ്റ്വെയറാണ്. ഇതവിടെ ഇടാൻ പാടില്ല. ഇത് അകത്ത് വീണാൽ ഇവൻ പിന്നെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് വേണ്ടിയായിരിക്കും. മനസ്സിലായോ? എൻ്റെ ഡ്രൈവിംഗ് സോഫ്റ്റ്വെയർ ഓൾറെഡി അകത്തുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ആരെ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും അറിയാം, ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ അകത്ത്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അകത്തുണ്ടെങ്കിൽ ഇത് വേറെ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അകത്ത് വരാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ആരും അകത്ത് കയറണ്ട. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ അതായത് കുടുംബത്തിലെ നാഥനായിട്ടങ്ങ് വസിക്കുക. ആ കുടുംബത്തിലെ നാഥനെ തകർത്തിട്ടല്ലാതെ വേറൊരുത്തിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട്, ഇതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ വചനമാണ് അവന് പ്രശ്നമുള്ളൂ. ലോകരാജ്യത്തിൻ്റെ വചനത്തിന് പ്രശ്നമില്ല. ദൈവദാസന്മാർ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവരാജ്യത്തിൻ്റെ വചനത്തിനാണ് അവന് പ്രശ്നമുള്ളൂ. ലോകരാജ്യത്തിൻ്റെ വചനത്തിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവരാജ്യത്തിൻ്റെ വചനവും ലോകരാജ്യത്തിൻ്റെ വചനവും ഉണ്ടോ? ഉണ്ടല്ലോ. എവിടെയുണ്ട്? ബൈബിളിലുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വചനമാണ് നിത്യജീവന്റെ മൊഴികൾ. ലോകരാജ്യത്തിൻ്റെ വചനമുണ്ട്, അതാണ് യാത്രയിൽ കൊടുത്ത വചനങ്ങൾ. യാത്ര, എന്താ യാത്ര എന്ന് പറഞ്ഞാൽ? ഇത്രയും നാളും പഠിച്ചല്ലോ. എന്താ യാത്ര? നിങ്ങൾക്ക് മനസ്സിലായില്ല. ധൂർത്തപുത്രന്റെ കഥയില് ധൂർത്തപുത്രൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ലോകത്തിലേക്ക് യാത്രയായി. തുടർന്ന് ഒരു നാൾ സുബോധം വന്നതിന് ശേഷം അവൻ ലോകത്ത് നിന്ന് യു-ടേൺ എടുത്ത് 180 ഡിഗ്രി തിരിഞ്ഞ് പിതാവിന്റെ ഭവനത്തിലേക്ക് മടക്കയാത്രയായി. ദൈവം തൻ്റെ കുടുംബത്തിലെ കഥ പറയുക. ആമേൻ. ദൈവരാജ്യത്തിൽ നിന്ന് ലോകത്തിലേക്ക് യാത്രയായ, ലോകത്തിലേക്ക് തള്ളപ്പെട്ട ആദത്തിന്റെ കഥയാണ്, ആദത്തിന്റെ തലമുറകളുടെ കഥയാണ് ധൂർത്തപുത്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കാണിച്ചത്. ഇതിലാണ് പഴയ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഈ പഴയ നിയമത്തിൽ കർത്താവ് കൊടുത്തത് the word of worldly life. ശ്രദ്ധിച്ചു കേൾക്കുക. ലോകത്തിൽ പിശാചിന്റെ പിടിയിൽ ജയിലിൽ കിടക്കുന്ന വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഹലോ, അതൊന്നും നിത്യജീവന്റെ മൊഴികളായിട്ടല്ല, എന്നാൽ യേശുവിനെ തൊട്ട് കഴിഞ്ഞാൽ നിത്യജീവന്റെ മൊഴിയായി. വ്യത്യാസമുണ്ട്. നമ്മളിതൊക്കെ മിക്സ് ചെയ്തങ്ങ് അടിച്ച് കയറ്റി ജീവിക്കുക. നോ 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 ഇന്ന് കഴിക്കേണ്ട ഫുഡാണ് ഇന്ന് കഴിക്കണ്ടേ. തൽസമയത്തെ ഭക്ഷണമാണ് കഴിക്കണ്ടേ. തൽസമയത്തെ ഭക്ഷണം കൊടുക്കുന്ന ദാസൻ അവൻ അനുഗ്രഹീതനാണ്. ഇന്നലത്തെ പഴയ ചോറെടുത്ത് കൊടുക്കുകയല്ല. ഇന്നലത്തെ ഇന്ന് കൊടുത്ത വർക്ക് ചെയ്യത്തില്ല. അന്നെന്നുള്ളത് അന്ന് വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞേ ഇന്നലത്തെ ആഹാരം തരാനല്ല, അന്നു വേണ്ട ആഹാരം തരണം. കർത്താവ് വ്യക്തമായിട്ട് മാർക്ക് 2:22 പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ ആഹാരം എടുത്ത് നീ ഇന്ന് ഉപയോഗിച്ചാൽ പ്രയോജനമില്ല. ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ്, ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ നീ കൊണ്ടുപോയി നിന്റെ പഴയ തുരുത്തിയിൽ വെച്ചാൽ, ആ പഴയ ലോക മൈൻഡ് സെറ്റിൽ കൊണ്ട് വെച്ചാൽ, ഞാൻ തരുന്ന ദൈവരാജ്യത്തിന്റെ വചനം കൊണ്ട് ഒരു പ്രയോജനമില്ല നിനക്ക്. മാത്രമല്ല നിന്റെ തുരുത്തി, നിന്റെ സോള് പൊട്ടിപ്പോകും, നീ നഷ്ടപ്പെട്ടു പോകും. ഇത് ജനത്തിന് മനസ്സിലായിട്ടില്ല. കാരണം യാത്രയുടെ വചനങ്ങളുണ്ട്. യാത്രയിൽ ജനം പിടിക്കപ്പെട്ട് കിടക്കുകയാ. എവിടെ? ലോകമാകുന്ന
ജയിലിൽ പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുക, കൊല്ലുവാൻ വേണ്ടി. ഈ സമയത്ത് ദൈവം കൊടുത്ത വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ അവന് വീണ്ടും ദോഷം വരാതിരിക്കാനുള്ള വചനങ്ങളാ, അവനെ സൂക്ഷിക്കാനുള്ള വചനങ്ങളാ. അവനെ സൂക്ഷിക്കാൻ എപ്പോ വരെ? വാഗ്ദത്ത സന്തതിയായ യേശു വരുന്നത് വരെ അവനെ സൂക്ഷിക്കണം. ഒരു ശിശുപാലകനായി, ഒരു ബേബി സിറ്റിംഗ് ആയിട്ട് കൊടുത്തതാണ് അത്. അമ്മ വരുന്നത് വരെ കൊച്ചിനെ സൂക്ഷിക്കാൻ കൊടുക്കുന്ന ബേബി സിറ്റിംഗ് പോലെ ഇവരെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം കൊടുത്ത വചനമാണ് ന്യായപ്രമാണം. ആമേൻ. അതുകൊണ്ട് ന്യായപ്രമാണം അമ്മയുടെ അടുക്കലേക്ക് നയിക്കുവാൻ, യേശുവിന്റെ അടുക്കലേക്ക് നയിക്കുവാൻ ശിശുപാലകനായി ഭവിച്ചു. ആമേൻ. അമ്മ വന്നാൽ പിന്നെ ശിശുപാലകന്റെ കീഴിലല്ല. അമ്മ വരുമ്പോൾ അമ്മ കൈനീട്ടും, മോനെ. അപ്പൊ സ്നേഹമുള്ള കുഞ്ഞ്, മമ്മി. ഇനി നീ ശിശുപാലകന്റെ കീഴിലല്ല, അമ്മയുടെ കീഴിലാ. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ അമ്മയേക്കാൾ ഉപരി അമ്മയെ അറിയാതെ ലോകം ഇഷ്ടപ്പെടുന്ന വ്യക്തി അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കുക, യാത്രയുടെ വചനങ്ങൾ. ദൂതപുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടും. ഇത് പഴയ നിയമത്തെ കാണിക്കുക. ലോകമാകുന്ന ജയിലിൽ കിടക്കുകയാണ് ജനം മുഴുവൻ. അവരെ കൊല്ലുവാൻ, പിശാച് അവരെ കൊല്ലുവാനുള്ള കയ്യെഴുത്ത് പിശാചിന്റെ കയ്യിലുണ്ട്. ആ കയ്യെഴുത്ത് മായ്ച്ചു കളയുവാൻ ആരും ഇതുവരെ വന്നിട്ടില്ല. ആമേൻ. ഈ സമയത്ത് ഇവരെ സൂക്ഷിക്കണം, തന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. അതിനുവേണ്ടി കൊടുത്തതാണ് ന്യായപ്രമാണം. അതിനുവേണ്ടി കൊടുത്തതാണ് ദാസന്റെ കയ്യിൽ ന്യായപ്രമാണം, മോശയുടെ കയ്യിൽ ന്യായപ്രമാണം. ഗ്ലോറി, ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ന്യായപ്രമാണത്തിന്റെ സമയം വിശ്വസിക്കുന്നവർക്ക്, വീടുകൾ സൂക്ഷിച്ചോളം, വിശ്വസിക്കാത്തവർക്കല്ല. വിശ്വസിക്കുന്നവർക്ക് ന്യായപ്രമാണത്തിന്റെ സമയം യേശുക്രിസ്തു വരേ ഉള്ളൂ. അമ്മ വന്നാൽ പിന്നെ എന്തിനാ ബേബി സിറ്റിംഗ്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്ക് 16:16 16 പറയുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അതെന്താ യോഹന്നാൻ വരെ? യോഹന്നാൻ പറഞ്ഞത് അമ്മ വരുന്നു എന്നാ. ആമേൻ, ഹല്ലേലൂയ. അന്ന് മുതൽ the word of worldly life അല്ല, ദൈവരാജ്യം, the word of eternal life പ്രസംഗിച്ച് തുടങ്ങി 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 തുടങ്ങി. പക്ഷെ ഇന്നും സഭകൾ തുടങ്ങിയിട്ടില്ല. പിശാചിന്റെ ബിസിനസിന്റെ ജയം തുടങ്ങി. ഇന്നും സഭകൾക്ക് യാത്രയുടെ വചനങ്ങളാ, യാത്രയുടെ വചനങ്ങൾ. അതുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തിയിട്ടുമില്ല. തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള മയിൽക്കുറ്റി നോക്കി എറണാകുളത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സഭ. എറണാകുളത്തുനിന്ന് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. മയിൽക്കുറ്റികളുണ്ട് സൈഡിൽ, നിങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടാ. നിങ്ങൾ അങ്ങോട്ട് പോകാൻ നേരത്ത് ഇടയ്ക്ക് വെച്ച് കണ്ടു തിരുവനന്തപുരം 175 കിലോമീറ്റർ. ഓ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എങ്ങോട്ടേക്കാണ് പോണേ? തിരുവനന്തപുരത്തേക്കാണ് പോണേ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അടുത്ത മയിൽക്കുറ്റി കണ്ട് തിരുവനന്തപുരം 150 കിലോമീറ്റർ. ഓ, രക്ഷപ്പെട്ടു, ഞാൻ എങ്ങോട്ടേക്കാണ് പോണേ? തിരുവനന്തപുരത്തേക്ക്. കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കിട്ടി തിരുവനന്തപുരത്തേക്ക് 100 കിലോമീറ്റർ. ഞാൻ തിരുവനന്തപുരത്തേക്ക് തന്നെ പോണേ. അങ്ങനെ അവസാനം ഞാൻ തിരുവനന്തപുരത്തേക്ക് 25 കിലോമീറ്റർ, തിരുവനന്തപുരത്തേക്ക് 1 കിലോമീറ്റർ. ഞാൻ ഇവിടെ എത്തി, തിരുവനന്തപുരത്തെത്തി. യാത്ര ഇനി മടക്കയാത്ര ചെയ്യണം. നിങ്ങള്
പോയ മയിൽക്കുറ്റി ഉപയോഗിച്ചാണ് ഇനി മടക്കയാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും എറണാകുളത്ത് തിരിച്ചെത്തത്തില്ല. ഹലോ, യാത്ര ചെയ്ത മയിൽക്കുറ്റി ഉപയോഗിച്ചാണ്, തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത മയിൽക്കുറ്റികൾ ഉപയോഗിച്ചാണ് നിങ്ങൾ എറണാകുളത്തേക്ക് മടങ്ങി വരാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് എത്തത്തില്ല. ഇതാ കർത്താവ് പറഞ്ഞ, ഞാൻ തരുന്ന പുതിയ വീഞ്ഞു കൊണ്ടുപോയി നിന്റെ പഴയ തുരുത്തിയിൽ വെച്ചാൽ അതോടുകൂടെ ഈ തരുന്നതും പോകും, നിന്റെ പഴയ തുരുത്തി, നിന്റെ സോളും നഷ്ടപ്പെടും. മനസ്സിലായോ? ഇതെന്തുകൊണ്ടാണ് മനസ്സിലാകാഞ്ഞ്? പിശാചിന്റെ ബിസിനസ്സിനെ മൈൻഡ് പോലും ചെയ്തില്ല. ദൈവവചനം പറഞ്ഞ്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരറിയാൻ പോകുന്നു? ആര് പ്രസംഗിക്കുന്നു? ആരതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നു? പിന്നെ എന്ത് പറയാൻ നേരമുള്ളൂ? യേശു ഓൾറെഡി വിടുവിച്ചു കഴിഞ്ഞിട്ടും ഇനിയും നിന്നെ വിടുവിക്കും, ഇനിയും നിന്നെ വിടുവിക്കും, ഇനിയും നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓൾറെഡി കൊളോസ്യർ 1:13 യേശു ഇവരെ വിടുവിച്ചു കഴിഞ്ഞു. അറിയുന്നില്ല അറിയേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു സ്റ്റെപ്പ് പോലും ദൈവരാജ്യത്തിലേക്ക് വെക്കുന്നില്ല. ഇന്നും വേർഡ് ഓഫ് വേൾഡ്ലി ലൈഫാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ലൂക്ക് 16:16 ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. ഉറക്കൊന്ന് വായിച്ചത്. അതിനുശേഷം, അല്ലെങ്കിൽ മറ്റൊരു ട്രാൻസ്ലേഷൻ പറയാണ് അന്ന് മുതൽ. അല്ലേ? അടുത്ത വേറെ ട്രാൻസ്ലേഷൻ കൂടെ ഉണ്ടോ നോക്കിയേ. അങ്ങനെയാണോ? ഓ ഗ്ലോറി. സിസ്റ്റർ ബൈബിൾ മാറ്റി അടുത്ത ബൈബിൾ മേടിച്ചൊന്ന് വായിച്ചാൽ മതി. ഗ്ലോറി, ഹല്ലേലൂയ. 16 എല്ലാവരുടെയും ബൈബിളിലൊന്ന് എടുത്ത് നിങ്ങളൊന്ന് എടുത്ത് നിങ്ങൾ ഇത് ഞാൻ പറയണൊക്കെ എന്നെ കണ്ണടച്ച് വിശ്വസിച്ച് പോകാതെ അത് അങ്ങനെ തന്നെ ഒന്നുകൂടി നോക്ക്. കാരണം ഇതൊരു മേജർ ഇഷ്യൂ ആണ്, ഇതൊരു സാധാരണ കാര്യമല്ല. അന്ന് മുതൽ പറഞ്ഞേ, അന്ന് മുതൽ, അന്ന് മുതൽ, അന്ന് മുതൽ എന്ത് പ്രസംഗിച്ചു തുടങ്ങി? അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങിയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് പ്രസംഗിച്ചുകൂടാ? യേശുവിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ്, യേശുവിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ച് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എന്താ പിശാച് മറക്കണേ? ദൈവരാജ്യം എന്ന യേശുവിന്റെ ആ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനമാണ് മറക്കുന്നേ. കണ്ടോ? പിശാച് ജയിച്ചു നിൽക്കുവാണോ പരാജയപ്പെട്ട് നിൽക്കുവാണോ? ജയിച്ചു നിൽക്കുക. ആരാ അപ്പൊ പരാജയപ്പെട്ടിരിക്കണേ? പറയാൻ നാണമുണ്ടല്ലേ? പറയണ്ട കേട്ടോ. സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വെറും വിഡ്ഢികളായി ഈ ലോകത്തിൽ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് നശിക്കാനല്ല, കുടുംബത്തിൽ വീട്ടിലെത്താനാ. ലോകരാജ്യത്തിന്റെ വചനം കേട്ടാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് 2 തിമോത്തി 4-ാം അധ്യായത്തിൽ പൗലോസ് താൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ പോവുക, താനിതാ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോവുക, അവസാന നിമിഷമാ. തന്റെ ശിഷ്യനായ തിമോത്തിയോസോട് പറയുക, അവസാനത്തെ വാക്കുകള്, നീ വചനം പ്രസംഗിക്ക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, കഷ്ടം സഹിക്ക. നമ്മുടെ സുവിശേഷത്തിൽ അതില്ല കേട്ടോ. ആമേൻ. പിന്നെ താഴേക്ക് എഴുതുമ്പോൾ പറയുകയാണ്, അതിന്റെ 3-ാം വാക്യം 2-ാം വാക്യം വായിച്ചോളൂ. വചനം പ്രസംഗിക്കുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കേണ്ടത് രാവിലെയുള്ള മനോരമയിലെ ന്യൂസോ മാതൃഭൂമിയിലെ ന്യൂസോ കളി തമാശകളോ കുട്ടിക്കളികളോ അല്ല. മനസ്സിലായോ? ഈ ജനത്തെ ചിരിപ്പിച്ചിട്ട് കുഞ്ഞേ ഇവരെ നരകത്തിൽ വിടാനാണോ നീ ആഗ്രഹിക്കുന്നേ? അതല്ല. അവര് ചിരിക്കാൻ ആഗ്രഹിച്ചിരിക്കുക. അതിനല്ലേ ചാർലി ചാപ്ലിൻ സിനിമ ഇറക്കിയത്. അവരെ ചിരിപ്പിക്കുന്നതല്ല നിന്റെ പണി. മനോരമയിലും മാതൃഭൂമിയിലുള്ളത് പ്രസംഗിക്കേണ്ടതല്ല നിന്റെ പണി.
നിന്റെ പണി രാജ്യത്തിന്റെ സുവിശേഷം ജനത്തെ അറിയിക്കുക. ആമേൻ. വചനം പ്രസംഗിക്കുക. താഴേക്ക്. ഏത് സമയത്തും ഒരുങ്ങി നിൽക്കുക. ഇന്നത്തെ ഒരു ഒരുക്കം കേട്ടിട്ടുണ്ടോ? നല്ല രസകരമായ ഒരുക്കമായിട്ട് തോന്നണേ. ഇന്ന് എല്ലായിടത്തും അതേ പ്രസംഗം. വേറെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നല്ല കാര്യമാണോ? യേശു വരുന്നു, ഒരുങ്ങിക്കോളുക, ഒരുങ്ങിക്കോളുക. ആരാ യേശു? കുഞ്ഞേ, നിന്നെ കെട്ടാൻ പോണ ആളാ. മനസമ്മതം കഴിഞ്ഞു പോയതാ. മനസമ്മതം കഴിഞ്ഞു പോയതാ. ഞാൻ വരാൻ പോവുക, നീ നിന്റെ കാമുകൻ ഇവിടെ ഉണ്ട്, അവനുമായിട്ടുള്ള ചുറ്റിക്കളിയൊന്നും ഇനി പാടില്ല, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയ ആ മണവാളനെ പോലെയാണ് വരാൻ പോവാ. ഉടനെ സന്ദേശം, യേശു വരുന്നു, ഒരുങ്ങിക്കൊള്ളുക. യേശു വരുന്നു, ഒരുങ്ങിക്കൊള്ളുക. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? ചിരി വന്നതിന്റെ കാര്യം അത് ആഗ്രഹമൊക്കെ ചിന്തിക്കുമ്പോഴേ ചിരിയാ. അതായത് ഈ പെണ്ണിപ്പ് എന്ത് ചെയ്തോണ്ടിരിക്കുക? മനസമ്മതം കഴിഞ്ഞു പോയിട്ട് ഈ പെണ്ണിവിടെ ചുറ്റിക്കളിയാ. മനസ്സിലായോ? ഇവള് ഭയങ്കര ചുറ്റിക്കളിയാ. അപ്പൊ അടുത്ത ആളെന്ന് പറയും, എടി നിന്നെ കെട്ടാൻ പോണ ആള് വന്നുണ്ട് കേട്ടോ, എല്ലാം ഒന്ന് ശരിയാക്കിക്കോ. ഈ പ്രസംഗം കേട്ടാ ചിരി വരത്തില്ലയോ? പക്ഷെ കെട്ടാൻ പോണ ദുബായിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന ആ പഞ്ചഭാവത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം വന്ന് കെട്ടും. പക്ഷെ എന്നെയും നിങ്ങളെ എന്റെ ഏറ്റെടുക്കാൻ പോണ കർത്താവുണ്ടല്ലോ, ഹൃദയങ്ങളെ കാണുന്നതേയോ. മറക്കല്ലേ, മറക്കല്ലേ, മറക്കല്ലേ. നമ്മുടെ ചുറ്റിക്കളി കൊണ്ടൊന്നും പരിപാടി നടക്കത്തില്ല. ഹൃദയത്തിൽ കുഞ്ഞേ, ഞാൻ നിങ്ങൾ വെർജിൻ ആയിരിക്കണം. ഹൃദയം കൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. അപ്പോ യേശു വരാൻ പോണോ? എന്താ തെളിവ്? അടുത്ത പ്രസംഗം, യേശു വരുന്നതിന്റെ അടയാളങ്ങൾ. എന്താ തെളിവെന്നല്ലേ ചോദിച്ചേ? അടയാളങ്ങൾ. സഹോദരൻ, ഇതൊന്നും പ്രസംഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഹൃദയമാ നേരെയാകണ്ടേ. നമ്മുടെ ഹൃദയമാ നേരെയാകണ്ടേ. ഹല്ലേലൂയ. സൂത്രപ്പണികളിലൂടെ ഒന്നും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ ദൈവമാ. ആമേൻ. ഒരു പ്രസംഗം മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. യോഹന്നാന്റെ ലേഖനം, ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്ന ദൈവം ശിക്ഷിക്കുമോ? ആമേൻ. ഒരു സൈഡാ, ടെയില് മാത്രം പറഞ്ഞു, ഹെഡ് പറഞ്ഞില്ല. ഇപ്പുറത്ത് ഹെഡുണ്ട്. എബ്രായ ലേഖനം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. രണ്ടും പറയണം കുഞ്ഞെ, ജനത്തെ ചതിക്കല്ലേ. ഫ്രീ പാർട്ട് മാത്രം പറയും, സാൽവേഷൻ. ഇൻഹെറിറ്റിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ് മിണ്ടത്തില്ല. ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ മിണ്ടത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് എന്താ ചെയ്തോണ്ടിരിക്കണേ? പഴയ നിയമത്തിലേതായ നല്ല വചനങ്ങൾ കർത്താവ് തന്നെ കൊടുത്ത വേർഡ് ഓഫ് വേൾഡ്ലി ലൈഫ്. ജയിലിൽ കിടക്കുന്ന കുഞ്ഞ് എങ്ങനെ ജീവിക്കണം, പിശാചിന് കീഴിലുള്ള കുഞ്ഞ് എങ്ങനെ ജീവിക്കണം, നിന്നെ കൊല്ലാൻ കൊണ്ടുപോവുക, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഒരു ന്യായപ്രമാണം തന്ന് തൽക്കാലം നിന്നെ സൂക്ഷിക്കുകയാ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് വേർഡ് ഓഫ് വേൾഡ്ലി ലൈഫ്. വേർഡ് ഓഫ് വേൾഡ്ലി ലൈഫിൽ എന്താ തരുന്നേ? നിത്യജീവന്റെ കാര്യങ്ങളല്ല, അത് സൂക്ഷിക്കാനുള്ളതാ. വേർഡ് ഓഫ് വേൾഡ്ലി ലൈഫിൽ തരുന്നത് ലോകത്തുള്ള കാര്യങ്ങൾ. നിങ്ങൾ വായിച്ചു നോക്കുക, ആവർത്തനം 28 വായിച്ചു നോക്കുക. ലോകത്തുള്ള കാര്യങ്ങൾ തരത്തുള്ളൂ, നിത്യജീവൻ തരാമെന്ന് അവിടെ പറയുന്നില്ല. അപ്പൊ യേശുവുമായി ടച്ച് ചെയ്യുമ്പോൾ നിത്യജീവനിലേക്ക് തിരിയും. മനസ്സിലായോ? ആവർത്തനം 28 വായിക്കുമ്പോ സ്വർഗത്തിൽ നിന്നെ അനുഗ്രഹിക്കും, സ്വർഗത്തിൽ നിന്റെ വയൽ അനുഗ്രഹിക്കപ്പെടും. അല്ല, ഭൂമിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വയൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ ആടുകളുടെ പിറപ്പ് അനുഗ്രഹിക്കപ്പെടും. ഹലോ, വേർഡ് ഓഫ് വേൾഡ്ലി ലൈഫ്. ഇന്ന് ജനത്തിന് അതാ താല്പര്യം. എന്നെ 3 വായിച്ച സിസ്റ്ററെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? താഴേക്ക് സിസ്റ്ററുടെ വെർഷൻ മാറ്റി മറ്റേ വെർഷൻ എടുത്തേ.
അവർ പഥ്യ ഉപദേശം പൊറുക്കാതെ ജനത്തെ കുറിച്ചാ പറയുന്നത്. കർണരസം വരുമാറ് സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം. എന്താ മനുഷ്യരുടെ സ്വന്തം മോഹം? എന്താ വേൾഡ് ലോകം ഉണ്ടാക്കി വെച്ചാണ് സ്വന്തം മോഹം? ലോകം ഇഞ്ചക്ട് ചെയ്ത സ്വന്തം മോഹം എന്താ? കർത്താവിന്റെ വചനം പറയാ, അങ്ങനെ നീ സർവ്വലോകവും നേടിയാലും. അപ്പൊ ഇവന്റെ ചിന്ത ലോകം നേടുക എന്നുള്ളതാ. ഹല്ലേലൂയ. ബന്ധനത്തിൽ കിടന്നപ്പോ കർത്താവ് ഇവർക്ക് അനുവദിച്ചതും അത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോ? ദൈവത്തെ അനുസരിച്ചാൽ. ഗ്ലോറി. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ പ്രൊവിഷൻസിൽ ഇങ്ങോട്ടേക്കല്ല, ഭൂമിയിൽ തന്നെ അവർക്ക് പ്രൊവിഷൻസ് റിലീസ് ചെയ്യുക ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാൽ. അപ്പോ ഇതേ മൈൻഡ് സെറ്റിൽ തന്നെ നിൽക്കണേ. ഇതാണ് മോഹം. അപ്പോ ഈ മോഹങ്ങൾക്കനുസരിച്ച് ആരെങ്കിലും പ്രസംഗിച്ചാൽ ജനം എന്ത് ചെയ്യും? വായിച്ചേ. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന്, അതായത് ദൈവരാജ്യത്തിന്റെ വചനം, ആ വചനത്തിന് ചെവി കൊടുക്കാതെ കെട്ട് കഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. ആ കാലമാ ഇക്കാലം. മനസ്സിലായോ? ഗ്ലോറി. ഹല്ലേലൂയ. പഴയ നിയമത്തിലും യേശുവിന്റെ സമയത്തും അപ്പോസ്തല പ്രവൃത്തികളിലും എല്ലാം ദൈവരാജ്യം പ്രസംഗിച്ച് യേശുവിനെ വെളിപ്പെടുത്തി. ഇന്ന് ദൈവരാജ്യം പ്രസംഗിക്കാതെ യേശുവിനെ വെളിപ്പെടുത്തുന്നു. ദൈവരാജ്യം മറയ്ക്കുന്നേ. വായിച്ചേ ഫിലിപ്പോസിന്റെ പ്രസംഗം. യേശുവിന്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടല്ലോ. എല്ലാം ദൈവരാജ്യം. ഫിലിപ്പോസിന്റെ പ്രസംഗം 8:32, ആക്ട് 8:32, അപ്പോസ്തല പ്രവൃത്തി 8:32. എങ്ങനെയാ പ്രസംഗത്തിന്റെ ശൈലി? ദൈവരാസമാ മനസ്സിലാക്കുക. 8:32. ഓ ജീസസ്, ഐ താങ്ക് യു. നിങ്ങളെല്ലാവരും ബൈബിളുള്ളവർ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു. ആ പ്രസംഗത്തിന്റെ സ്റ്റൈൽ അവിടെ കാണാം. 8:32. സോറി, 8:12. ശ്രദ്ധിച്ചേ, ആരാ പ്രസംഗിക്കുന്നത്? ഒന്നുകൂടി വായിച്ചോളൂ. എന്ത് സുവിശേഷം? ദൈവരാജ്യത്തെയും യേശുവിന്റെ നാമത്തെയും കുറിച്ച് സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ്. ആമേൻ. അപ്പോൾ ഫിലിപ്പോസ്, ശ്രദ്ധിച്ചേ, ഫിലിപ്പോസ് അറിയിച്ച സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. അപ്പൊ ദൈവരാജ്യം അറിയിച്ചപ്പോൾ ഉടനെ ജനത്തിന്റെ ഉള്ളിൽ, അയ്യോ, എനിക്ക് അങ്ങനെ ഒരു പിതാവുണ്ടോ, എനിക്ക് അങ്ങനെ ഒരു വീടുണ്ടോ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ്, എനിക്ക് എങ്ങനെ അവിടെ ചെല്ലാൻ പറ്റുന്നുള്ള ചോദ്യം വന്നപ്പോൾ ഇതാ യേശു അവിടെ അറിയിക്കുക, ഞാനാണ് വഴി. യേശുവാകുന്ന വഴിയിലൂടെ നിനക്ക് ആ ഭവനത്തിൽ ചെന്ന് ചേരാം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ പൗലോസിന്റെ കേട്ടില്ല, പൗലോസിന്റെ രീതി വായിച്ചേ. 28:30 ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തി 28:30. ഗ്ലോറി. ദൈവരാജ്യം പ്രസംഗിച്ചും ശ്രദ്ധിക്കുക, താൻ വാടകയ്ക്കെടുത്ത വീട്ടില് അല്ലെങ്കിൽ ആ ഭവനത്തിൽ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യേശുവിന്റെ പ്രസംഗം, അതോടൊപ്പം തന്നെ പൗലോസ് പ്രസംഗിച്ചത്, അതോടൊപ്പം തന്നെ ഫിലിപ്പോസ് പ്രസംഗിച്ചത്, യേശു നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞത് എന്താ? അന്വേഷിക്കാൻ പറഞ്ഞേ ദൈവരാജ്യം. യേശു ദൈവദാസന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത് എന്താ? ദൈവരാജ്യം. നാം അവസാനം അവകാശമാക്കാൻ പോണേ എന്താ? ദൈവരാജ്യം. പിശാച് മറക്കണത് എന്താ? ഇത് നാമും പ്രസംഗിക്കണം. കാരണം കർത്താവിന് സ്തോത്രം ചെയ്തു.